Guys, finally we are here to see Empuran trailer. 3 minutes is 3 minutes and 50 seconds. Pure 3 minutes and 50 seconds of കത്തിക്കലാണ് നമ്മൾ കാണാൻ പോകുന്നത്. പക്ഷെ ഒരൊറ്റ വിഷമേ ഉള്ളൂ പൃഥ്വിരാജ് അണ്ണ, നിങ്ങൾ നമ്മളെ നൈസായിട്ട് പറ്റിച്ച്. നട്ടുച്ചക്ക് ഇന്ന് നട്ടുച്ചക്ക് 1:08 ട്രെയിലർ പ്രതീക്ഷിച്ചിരിക്കുന്ന നമ്മളെ നട്ടപ്പാതിരക്ക് ട്രെയിലർ ഇറക്കി വിട്ട് എല്ലാവരെയും ഓടിപ്പിക്കുകയാണ് നിങ്ങൾ. അതിനിടയ്ക്ക് ഞാനും ഓടുന്നുണ്ട്, വേറെ ഒന്നും ചെയ്യാനില്ല. എനിവേ, നമുക്ക് ഈ പൃഥ്വിരാജ് അണ്ണന്റെ ചെറിയൊരു പടത്തിന്റെ ട്രെയിലർ കണ്ടിട്ട് വരാം, വന്നിട്ട് സംസാരിക്കാം. ലെറ്റ്സ് ഗെറ്റ് റെഡി ടു സീ ദ ഡെവിൾ. എന്റെ ലോകിനാർക്കാവിൽ അമ്മേ കാത്തോളേ. എന്റെ മക്കളല്ല എന്റെ പിന്തുടർച്ചക്കാർ. എന്നെ പിന്തുടരുന്നവർ ആരാണ്? അവരാണ് എന്റെ ഡയലോഗ്. PK രാംദാസ് ബാക്കി വെച്ചിട്ട് പോയ ഈ യുദ്ധത്തിൽ ഈ പാർട്ടിയെയും ഈ സംസ്ഥാനത്തിനെ നിരന്തരം തളർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് മുന്നിൽ നിന്ന് പൊരുതിയ ശത്രുക്കളായിരുന്നില്ല. കേരളത്തിലെ ഞെട്ടിത്തരിക്കാൻ പോകുന്ന ഒരു വാർത്ത. राजनीति एक धंधा है हमारे देश में. പക്ഷേ വരുന്നതേ അത്ര മനുഷ്യജീവന് മുകളിൽ ഒരു രക്തബന്ധത്തിനും വിലയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ലാലേട്ടന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നതാണ്. ലാലേട്ടൻ ആൻഡ് സയ്യിദ് മസൂദ്, എബ്രഹാം ഖുറേഷി ആൻഡ് സയ്യിദ് മസൂദ്. ലെറ്റ്സ് ഗെറ്റ് സീ മാൻ. മക്കാളത്തി കണ്ട് ഇവരെല്ലാം ജനറലി കേൾക്കെതിരാണ്. സ്റ്റീഫൻ, where is he now? Ma'am, you are going live. എന്താ മോനെ യോ. उसकी आंखें सब देख रही है. ഷിറ്റ്. പിതാവിന്റെയും പുത്രന്റെയും ഇടയിൽ എന്തൊരു ബിൽഡപ്പാണ്. ഇരുട്ടിന്റെ പൂവ്, തമോഗോളങ്ങളുടെ ഓ ഈശോ മിശിഹായ്ക്ക് ലാലേട്ടാ. ജാൻവിയല്ലാതെ ഇന്ന് ഈ ലോകത്ത് രക്തബന്ധം എന്ന് പറയാൻ എനിക്ക് ഒരാളേ ഉള്ളൂ അങ്കിൾ. പണ്ടെപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ വെറും ഒരു MLA മാത്രമായിരുന്ന ഒരാൾ. അയാളെ എന്തിനാണ് സാർ ഇങ്ങനെ പേടിക്കുന്നത്? നമ്മൾ അറിയാത്തത് എന്തോ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയിലുണ്ട്. അല്ലാ മോനെ. Face the world. ഓ ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ വേറെ ഓ ആരെയും കബൂക. Because the enemy of an enemy is a ഓ friend. എന്താ മോനെ. മസൂദ്, സയ്യിദ് മസൂദ്. Zaid Masood. We have to end this war. ഓ So Stephen, come back. Save your man. ഓ Save God's മൈ ഗാഡ്. Goosebumps, man. Pure goosebumps. Oh! Oh! Man! Yo! എന്താ മോണ. Oh man! But answer this one question. Who are you really? Lucifer. Oh! Wow! Arreya! Oh no! Shit man. എന്റെ മോനെ, യജാതി സാധന മോനെ. യോ, മലയാള സിനിമ. ദിസ് ഈസ് എ ട്രെയിലർ ഓഫ് എ മലയാളം സിനിമ.
Can you just believe that? Seriously, man. ബോളിവുഡ്, നമ്മൾ ബോളിവുഡ് ട്രെയിലർ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ തെലുങ്ക്, തമിഴ്. ഇതൊരു ഇന്ത്യൻ സിനിമയുടെ ഇതുവരെ ഇറങ്ങിയ ഇന്ത്യൻ സിനിമകളിൽ എനിക്ക് തോന്നുന്നു, എനിക്ക് ആ ഒരു കെട്ടപ്പിടിക്കുന്നത്, അല്ലെങ്കിൽ KGF അല്ലെങ്കിൽ KGF ഒന്നും വേണ്ട, നമുക്ക് മാറ്റി നിർത്താം. KGF, ബാഹുബലി, RRR നമുക്ക് സംസാരിക്കണം. നമുക്ക് അവർക്കൊക്കെ മുമ്പിൽ വെക്കാൻ പറ്റിയതേ എമ്പുരാൻ ഉണ്ട്. യെസ്, ദ പ്രൗഡ് ഓഫ് മലയാളം ഇൻഡസ്ട്രി, അല്ലെങ്കിൽ പ്രൗഡ് ഓഫ് മലയാളം സിനിമ എന്ന് പറയാൻ ഇനി മുതൽ മാർച്ച് 27 മുതൽ എമ്പുരാൻ ഉണ്ടാവും. ഇതൊരു ട്രേഡ് മാർക്ക്, ഇതൊരു ബെഞ്ച് മാർക്കായിട്ട് നിലകൊള്ളുന്നവർ നമ്മൾ വെറുതെ അല്ല മക്കൾ. എജ്ജാതി തീ കണ്ടം ട്രെയിലർ ഓഫ് മേക്കിംഗ്, ആ ഒരു എഡിറ്റ് വർക്കും സിനിമാറ്റോഗ്രാഫിയും സ്ക്രീനും റിച്ച്. എൻ്റെ മോനെ, ടെക്നിക്കൽ വൈസ് ദിസ് ഇസ് എ ബെസ്റ്റ് വൺ ഐ ഹാവ് എവർ സീൻ ഇൻ മലയാളം സിനിമയാണെങ്കിൽ ഇന്ത്യൻ സിനിമ ആയിക്കോട്ടെ. ഇന്ത്യൻ സിനിമയിൽ ഒരു 5 സിനിമ ട്രെയിലർ എടുത്തു കഴിഞ്ഞാൽ ഇതിന് മുമ്പിൽ, ഏറ്റവും മുമ്പിൽ തന്നെ എമ്പുരാൻ്റെ ഇപ്പോൾ ഉണ്ടാവും. ഇത് കണ്ട് ഞെട്ടും. എൻ്റെ പോലെ ഇനിയിപ്പോൾ റിയാക്ഷൻ നോക്കണം. തമിഴ് നിന്നുള്ള റിയാക്ഷൻ, തെലുഗു ഓഡിയൻസിന്റെ റിയാക്ഷൻ, ബോളിവുഡ്, ഹോളിവുഡ്. ഇത് ഹോളിവുഡ് ലെവൽ യാർ. ഓരോ സീനിലുള്ള അവർ കട്ട്സ് കാണിക്കുന്ന സമയത്ത് ശരിക്കും ഒരു ഹോളിവുഡ് സിനിമ കാണുന്ന തരത്തിലുള്ള ഐമാക്സിലൊക്കെ കാണുന്ന സമയത്ത് എന്തായിരിക്കും. ആൻഡ് സംതിങ് ആ ഒരു വില്ലന്റെ കാണിച്ചു, വില്ലൻ ഡ്രാഗണെ കാണിച്ചിട്ടുണ്ട്, ഇതിലും വില്ലനൊന്നും കാണിച്ചിട്ടില്ല. അത് എന്തായാലും സസ്പെൻസ് തന്നെയായിരിക്കും. അല്ലെങ്കിൽ അവർ ഇത്ര നേരം, അല്ലെങ്കിൽ നേരത്തെ അവർക്ക് ആ പോസ്റ്റർ റിയാക്ഷൻ സമയത്തോ അല്ലെങ്കിൽ ടീസർ സമയത്തോ അവർ കൊടുക്കായിരുന്നു. പക്ഷെ അവർ കൊടുക്കില്ല, പൃഥ്വിരാജ് കൊടുക്കില്ല. വില്ലൻ ദാറ്റ്സ് എ ക്യാമിയോ. എന്താണെങ്കിലും നമുക്ക് ഇതിൽ കാണാൻ പറ്റില്ല. അത് തിയേറ്ററിൽ തന്നെ പോയിട്ട് നമുക്ക് കാണാം ആരാണ് എന്താണ്. എനിക്ക് തോന്നുന്നു ആ ഒരു നമുക്ക് പരിചയം മലയാള ഇന്ത്യൻ ഇൻഡസ്ട്രി നല്ല ആയിരിക്കും ആ ഒരു ക്യാമിയോ. ഡ്രാഗൺ, ചുവന്ന ഡ്രാഗൺ വെച്ചിട്ടൊരു അഗൈൻ ആ പിന്തിരിഞ്ഞ് നിൽക്കുന്ന ഒരാളെ കാണിച്ചു. അത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നാവാൻ ചാൻസ് ഇല്ല എന്ന എൻ്റെ ഒരു നിഗമനം. ബിക്കോസ് ഒരു ഫോറിൻ ആക്ടർ തന്നെ ആയിരിക്കണം. ആൻഡ് ലാലേട്ട, എൻ്റെ മോനെ, ലാലേട്ടനുള്ള എജ്ജാതി. ലാലേട്ടൻ എനിക്ക് കോസ്റ്റ്യൂം വൈസ് നോക്കുമ്പോഴേക്ക് ഒന്നുകിൽ സ്റ്റീഫൻ നെടുമ്പള്ളിന്റെ ആ വെള്ള കംബാക്ക് എന്ന് പറയുന്നില്ല, സേവിയർ ഗോഡ്സ് ഓൺ കൺട്രി, സേവിയർ നിന്റെ നാടിനെ നീ രക്ഷിക്കും എന്ന് പറഞ്ഞിട്ട് സ്റ്റീഫനായിട്ട് വരുന്നുണ്ട്. അത് ഒരു ഭാഗത്ത്. മറ്റേ ഭാഗത്ത് മൊത്തത്തിൽ ആ ഒരു സൂട്ട് തന്നെയാണ് മൂപ്പര്. ആ ഒരു ബ്ലാക്ക് ആൻഡ് സൂട്ടിൽ നമ്മൾ ട്രെയിലറിലും ടീസറിലും അതിലൊക്കെ കണ്ട സെയിം സൂട്ടിൽ. അതേപോലെ സയ്യിദ് മസൂദിന്റെ ആ ഒരു എൻട്രിയും ആ ഒരു സ്വാഗും. ലാലേട്ടൻ ഇങ്ങനെ നിൽക്കുന്നു, പുറകിൽ ഇങ്ങനെ പൃഥ്വിരാജ്, സയ്യിദ് മസൂദ് ഇങ്ങനെ വരുന്നു. എൻ്റെ മോനെ, പടത്തലവൻ, കിങ്ങിന്റെ, രാജാവിന്റെ പടത്തലവൻ, രാജാവും പടത്തലവനും കൂടിയിട്ട് മാർച്ച് 27 കത്തിക്കൽ എന്ന് പറഞ്ഞ ഇജാതി ഒരു കത്തിക്കൽ. എന്തൊക്കെയോ പറയണമെന്നുണ്ട്. ഭയങ്കര എക്സൈറ്റ്മെന്റ്, ഗൂസ്ബംസ്, രോമൽ ഇങ്ങനെ എണീച്ച് നിൽക്കുന്നുണ്ട്. വിസിലടിക്കാൻ എൻ്റെ മോൻ, നമ്മൾ ഈ ട്രെയിലർ കണ്ടിട്ടാണ് ഇങ്ങനെ രോമാഞ്ചിഫിക്കേഷൻ കൊള്ളുന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ എന്തായിരിക്കും അനുഭവം, ഫാൻ ഷോയിൽ എന്തായിരിക്കും അനുഭവം. ഒരു രക്ഷയില്ല മക്കളെ. പൃഥ്വിരാജ് അണ്ണ, യു ആർ എ ജം ഓഫ് എ പേഴ്സൺ. യു ആർ ദ മാൻ. ആൻഡ് മോഹൻലാൽ സർ, ഐ എം പ്രൗഡ് ടു ബി, ഐ എം എ ബിഗ് പ്രൗഡ്. എന്താ പറയാ, ഭയങ്കര ആവേശമാണ്, ഭയങ്കര ആവേശത്തിലാണ്, ഭയങ്കര പ്രൗഡ് മൊമെന്റിലാണ്. ലാലേട്ടന്റെ തിരിച്ചറിവ്, ഇതൊക്കെയാണ് രാജാവിന്റെ തിരിച്ചുവരവ് എന്ന് പറയുന്നത്. ഇത് രാജാവിന്റെയും ഡെവിളിന്റെയും കൂടി തിരിച്ചുവരവാണ്, അത് ഓർക്കണം. ആൻഡ് മാർച്ച് 27 മക്കളെ, ഒരു രക്ഷയില്ല. എക്സൈറ്റ്മെന്റ് കയറി അവസാനം പ്രഷർ കൂടി എന്തെങ്കിലും ആവുമെന്ന് അറിയില്ല. എനിവേ 27 നമുക്ക് കാണാം. വേറൊന്നും പറയാനില്ല. ലൂസിഫറിനെ കാണാൻ എബ്രഹാം ഖുറേഷിയും, സയ്യിദ് മസൂദിനെ കാണാൻ സ്റ്റീഫൻ നെടുമ്പള്ളിനെ കാണാൻ നമ്മുടെ സ്വന്തം ലാലേട്ടനെ കാണാൻ. സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് വാച്ചിങ് ആൻഡ് റിമെമ്പർ ദ നെയിം ഗൈസ് ഇസ് ബാൾഡ് ആൻഡ് ബിയർഡ് റിയാക്ട്സ്.